ഫ്രണ്ട്സ്, DreamBakes Delights പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗാർലിക് ബ്രെഡ് ആണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണിത്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഗാർലിക് ബ്രെഡ് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് പ്ലെയിൻ ഫ്ലോർ ആണ്. ഇത് 300 ഗ്രാം സാധാരണ മൈദപ്പൊടി, സെൽഫ് റൈസിംഗ് അല്ല, സാധാരണ മൈദപ്പൊടി. ഇത് മൈദ തന്നെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിനകത്ത് കുറച്ച് ആട്ട 50-50 ആയിട്ട് ആട്ട മൈദ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് 150 ഗ്രാം മിൽക്ക്. പിന്നെ നമുക്കൊരു 30 ഗ്രാം ബട്ടർ വേണം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് 45 ഗ്രാം എഗ്ഗാണ്. ഇത് ഒരു എഗ്ഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 60 ഗ്രാം വരും. അപ്പം നമ്മൾ അതിനെ എടുത്തൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 45 ഗ്രാം അതിനകത്ത് നളഞ്ഞെടുക്കുക. ബാക്കിയുള്ള എഗ്ഗ് നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. അവസാനം നമുക്ക് ഇത് ഗ്ലേസ് ചെയ്യാനായിട്ടൊക്കെ ആ എഗ്ഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 10 ഗ്രാം ഷുഗറാണ്, പിന്നെ ഈസ്റ്റ്, പിന്നെ സോൾട്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു വലിയ ബൗൾ എടുക്കുന്നു. കാരണം ഇത് കുഴക്കാൻ നമുക്കൊരു വലിയ ബൗളിൻ്റെ ആവശ്യമുണ്ട്. ഇതിലേക്ക് നമ്മുടെ 300 ഗ്രാം മൈദ ആഡ് ചെയ്യുന്നു. നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 10 ഗ്രാംസ് ഷുഗർ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഷുഗർ ഇട്ടാൽ ഉടനെ ചെയ്യേണ്ടത് ഈസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ 1 ടീസ്പൂൺ ലെവൽഡ് ആയിട്ടുള്ള 1 ടീസ്പൂൺ ഈസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുക. നമുക്കൊരു 3/4 ടീസ്പൂൺ സോൾട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ്ഡ് ആയി. ഇതിനുശേഷം നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ്. ഇത് മിൽക്ക് 150 ഗ്രാം മിൽക്ക്. ഇത് തണുത്തതായിരിക്കരുത് ഒരിക്കലും. റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് വോം ആയിരിക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ 45 ഗ്രാം നമ്മൾ മെഷർ ചെയ്തേക്കുന്ന എഗ്ഗ് ഒഴിക്കുന്നു. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഈ മൈദ മിക്സിലേക്ക് നമ്മൾ ഈ എഗ്ഗ് ആൻഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ വെച്ചോ സ്റ്റാൻഡ് മിക്സർ വെച്ചോ ഇത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇത് കൈ കൊണ്ട് എങ്ങനെയാണ് നീഡ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പാണ് ഇങ്ങനത്തെ വർക്കുകൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ക്ലീൻ ആക്കിയ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് നമുക്കിതിനെ മാറ്റാം. ഈസ്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കുറച്ച് പഞ്ചസാര വെള്ളം എടുത്തിട്ട് അതിനകത്ത് 2 തരി ഈസ്റ്റ് ഇട്ട് നോക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അത് നന്നായിട്ട് റൈസ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈസ്റ്റ് നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത ഈ ഡോയിനെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുള്ള ഈ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുന്നു. നമ്മൾ 2 കൈയും ഉപയോഗിച്ചാണ് ഇത് നീഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം ഇപ്പം നോക്കുമ്പോൾ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണ്. പക്ഷെ നമ്മളിത് പ്രോപ്പറായിട്ട് നീഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒട്ടും കയ്യിൽ സ്റ്റിക്കി ആവാത്ത തരത്തിലുള്ള ഡോ നമുക്ക് കിട്ടും. ഇനി ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 30 ഗ്രാം ബട്ടറാണ്. നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ നീഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് കുറച്ചെടുത്ത് ആഡ് ചെയ്ത് നീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാനൊരു 15 ഗ്രാം മൈദ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നീഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്കി ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഡോ എടുത്തിട്ട് ആണ് നമ്മൾ നീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു കണക്ക്, ഒരു മെഷർമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അധികം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ 100 ഗ്രാമിന് ഒരു 5 ഗ്രാം കണക്ക് നമ്മളൊരു 15 ഗ്രാം, നമ്മളിവിടെ 300 ഗ്രാമാണ് എടുത്തത്. അതുകൊണ്ട് 15 ഗ്രാം മൈദ എക്സ്ട്രാ ആണെന്ന് എടുത്ത് വെച്ചേക്കാണ്. ഇതിനകത്ത് നിന്ന് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ഇപ്പോൾ നീഡ് ചെയ്യും. അപ്പോൾ നീഡിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കൈയുടെ ഈ ഭാഗം വെച്ച് നമ്മളിങ്ങനെ പുഷ് ചെയ്യുക, എന്നിട്ട് ടേൺ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഡോ ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ബട്ടർ മുഴുവൻ യൂസ് ചെയ്തു. അതുപോലെ 15 ഗ്രാം ഫ്ലോർ എടുത്തതിൽ ഒരു പകുതിയോളം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ മിനിമം എടുക്കുക എന്നുള്ളതാണ് ഈ എക്സ്ട്രാ ഫ്ലോറിൻ്റെ. അപ്പോൾ ഇതിനെ ഇനി നമുക്കൊരു ഡബിൾ സൈസ് ആകുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ബൗൾ എടുത്തു. ആ ബൗളിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ പരത്തിയിട്ടുണ്ട്. ഈ ഓയിൽ നമ്മൾ കുറച്ച് കയ്യിലെടുത്ത് ഈ ബൗളിലും ഈ ഡോയിലും ഒന്ന് വരട്ടിയിട്ട് ഇതിനെ നല്ലൊരു ബോളാക്കിയിട്ട്
ഞാൻ ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാനിത് ബാൽക്കണി വെച്ചേക്കായിരുന്നു. 1.5 മണിക്കൂറിന് ശേഷം നോക്കൂ, ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഡിപ്ലീറ്റ് ചെയ്യുക ആദ്യം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ്. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് ബ്രെഡ് ഐറ്റംസ് ഒക്കെ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരേ സൈസിൽ എടുക്കാൻ ശ്രമിക്കുക. ഒരേ സൈസിൽ എടുത്താൽ അത് നന്നായിട്ട് ഈവനായിട്ട് ബേക്കിടായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ചെറുത് കൂടുതൽ ഹാർഡാവുകയും മറ്റത് വേവാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു 60 ഗ്രാം ഉള്ള ഓരോ പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനത് ഇതുപോലെ തന്നെ വെയിങ് ബാലൻസ് വെച്ച് മെഷർ ചെയ്തെടുക്കും. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളെല്ലാം ഇതുപോലെ നല്ല ബോളായിട്ട് എടുത്ത് വെക്കണം. ഒരു സ്മൂത്ത് സർഫസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ തമ്പ് കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ കൈയുടെ ഈ ഭാഗം വെച്ച് നല്ലതായിട്ട് റോൾ ചെയ്ത് നല്ല ഒരു ബോൾ ഷേപ്പിൽ കൊണ്ടുവന്ന് വെക്കണം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് എടുക്കുക. ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് പിന്നെ നമുക്കൊരു 20 മിനിറ്റ്സോളം ഇതിനെ പിന്നെ പൊങ്ങാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നെടുക്കുകയാണ്. ഓരോന്നെടുത്തിട്ട് ഇതിൻ്റെ ഈ ക്ലീൻ ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ വരുന്നത് പോലെ വെക്കുക. എന്നിട്ട് ഈ അഗ്ലി സൈഡിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. പുഷ് ചെയ്ത് ചപ്പാത്തിയുടെ പരത്തുന്ന സാധനമൊന്നും വേണ്ട, നമ്മുടെ കൈ തന്നെ മതി. ഫിംഗർ ടിപ്പ് വെച്ച് നമുക്കിങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ 2 കൈ ഇങ്ങനെ പിടിച്ച് ഒന്ന് പുഷ് ചെയ്യുക. പിന്നെ എയർ ബബിൾസ് എല്ലാം കളയുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്തുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് ഈ ചേർന്ന് വരുന്ന ഭാഗത്തെ ഇങ്ങനെ പിൻ ചെയ്ത് ഉറപ്പിക്കുക. നമുക്കൊരു ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇങ്ങനെ വലിച്ച് ഈ ഷേപ്പിൽ വെക്കുക. നമ്മളിത് ഷേപ്പ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചു. അതിനുശേഷമുള്ള ഷേപ്പാണിത്. ഇത് നല്ല കുറച്ചൊരു പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു സിസേഴ്സ് എടുക്കുക. ഇതിൻ്റെ ഇവിടെ വെച്ച് നമ്മളിങ്ങനെ താഴെ വരെ കട്ട് ചെയ്യേണ്ട, ഹാഫ് വേ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് 2 ഫിംഗർ വെച്ച് അതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. ഈ ചോപ്ഡ് ഗാർലിക്കിന് പകരം നമുക്ക് ഗാർലിക് പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ ഗാർലിക് പൗഡർ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. കാരണം നല്ല ഫ്ലേവർ നമ്മൾ ഈ ഫ്രഷ് ആയിട്ട് ചോപ്പ് ചെയ്തിടുമ്പോഴാണ് കിട്ടുന്നത്. നമ്മൾ ഏകദേശം ഒരു സ്പൂണ്, ഇതൊരു ടീസ്പൂണും അല്ല ടേബിൾ സ്പൂണും അല്ലാത്തൊരു കണക്കാണ്, ഏകദേശം ഇത്രയും ഒറിഗാനോ ഇട്ട് കൊടുക്കുക. പിന്നെ തൈമ്, ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഏത് ഹെർബ് വേണം എന്നുള്ളത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. കാരണം ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് സോൾട്ട് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഡോ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ 10 മിനിറ്റ്സ് പുറത്ത് വെച്ചു. പിന്നെ എടുത്ത് ഇതിനെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കിയിട്ട് ഇത് തേക്കുകയാണ്. ഇതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് കൂടെ വരണം. അപ്പോൾ ടോട്ടൽ ഒരു 20-25 മിനിറ്റ്സ് നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം ഇത് പുറത്തിരിക്കണം. ഇനി നമുക്കിതിന് ചെറിയൊരു എഗ് വാഷ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ എടുത്ത എഗ്ഗിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടല്ലോ, ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാട്ടർ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു പേസ്ട്രി ബ്രഷ് എടുത്തിട്ട് ഇപ്പോൾ ലൂസായിട്ടുണ്ട്, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു നല്ലൊരു കളറൊക്കെ കിട്ടും. ഇപ്പം നമ്മുടെ ഗാർലിക് ബ്രെഡ് ബേക്ക് ചെയ്യാനായിട്ടുള്ള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 മിനിറ്റോട് ഇങ്ങനെ ഇരിക്കട്ടെ. കാരണം നമ്മൾ ഈ ബ്രെഡിൻ്റെ ഡോയിലെല്ലാം നമ്മൾ എന്ത് വർക്ക് ചെയ്തോ
ആ ചെയ്തതിന് ഉടനെ അങ്ങ് എടുത്ത് ബേക്ക് ചെയ്യരുത്. കുറച്ച് അവിടെ നമ്മൾ ഇപ്പം ഞാൻ ഈ ബ്രഷ് കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് താന്നില്ലേ, അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അതിന് കൊടുക്കണം അത് തിരിച്ചതിൻ്റെ ആ ഷേപ്പിലേക്ക് വരാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാണ്. അപ്പം ഇത് നമുക്ക് കടായിലും ഉണ്ടാക്കാം, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഓവൻ ഇല്ലാത്തവർക്ക് ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ നല്ല ടെക്സ്ചറൊക്കെ കിട്ടുക. ഇനി ഓവൻ ഇല്ലാന്നുണ്ടെന്ന് വിഷമിക്കേണ്ട, കടായിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനിവിടെ വെച്ചിട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് 15 മിനിറ്റ്, ഇത് 15 മിനിറ്റാണ്. ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഈ ബേക്കിംഗ് ടൈം കൂടുകയും കുറയുകയും ചെയ്ത് ഇപ്പോൾ ഈ സൈസിലുള്ളതിന് 15 മിനിറ്റ് മതിയാവും 170 ഡിഗ്രിയിൽ. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ പിസ്സ ഹട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഗാർലിക് ബ്രെഡ് വിത്ത് ചീസ് വിത്തൗട്ട് ചീസ് ഇല്ലേ, അപ്പോൾ നമ്മൾ അതുപോലെ വിത്ത് ചീസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ 15 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം എടുത്തിട്ട് നമുക്ക് വേണ്ടത്രയും ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബാച്ച് വിത്ത് ചീസാണ് ചെയ്യുന്നത്. ചീസ് ഇട്ട് കൊടുക്കുക. ഇത് മൊസറല്ല ചീസാണ്. ചീസ് ഓപ്ഷണലാണ്, കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചീസ് ഇട്ടതും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചീസ് ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതാദ്യമേ നമ്മൾ ചീസ് ഇട്ട് ബേക്ക് ചെയ്താൽ ചീസ് അങ്ങോട്ട് ബേൺ ആയി പോകും. അപ്പം ഇനി ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓവനിൽ വെച്ചാൽ മതി. ഈ കടായിൽ ഞാൻ ഒരു ഇതുപോലത്തെ ഒരു റിങ് വെക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ പാത്രം വെച്ചാൽ മതി. ചെറിയ പാത്രം വെച്ചിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്, അതിവിടെ വെക്കുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് വെക്കുന്നത് ഈ പാത്രത്തിലാണ്. അപ്പോൾ ഈ പാത്രം ഈ കടായിൽ ഡയറക്റ്റായിട്ട് ടച്ച് ചെയ്യരുത്, അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട. കുറച്ചൊരു ഓയിലോ ബട്ടറോ വല്ലതും ഇതിൽ തൂത്തിട്ട് നമ്മളിത് വെക്കുന്നു. എന്നിട്ട് നമ്മളൊരു ഹൈ അല്ല, ഒരു മീഡിയം ചൂടിൽ ഇതിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നു. കാരണം ഇത് നമ്മുടെ ഓവൻ പോലെ ഒന്ന് പ്രീഹീറ്റാണ്. അപ്പോൾ ഇനി ഇതിന് നല്ല ഒരു അടപ്പും വേണം. ഈ അടപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രെഡിൽ ടച്ച് ചെയ്യരുത്, പൊങ്ങി നിൽക്കുന്ന കൂട്ടൊരു അടപ്പ്. അതുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിനെനിക്കൊരു 12 മിനിറ്റോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. 12 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ എടുത്തത്. നല്ല ചൂടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലായിരുന്നു, എനിക്ക് 10-12 മിനിറ്റിന് ശരിയായിട്ടുണ്ട്. ഗാർലിക് ബ്രെഡ് ചീസ് ബ്രെഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയത് നല്ല എളുപ്പമാണ്. ആ കുഴയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരും. എല്ലാവർക്കും നന്ദി.